ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റുകളും സുരക്ഷാ സേനയും തമ്മിൽ ഏറ്റുമുട്ടൽ. 2 മാവോയിസ്റ്റുകളെ വധിച്ചു. രണ്ടുപേരും CPI മാവോയിസ്റ്റ് കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളാണ്. അജീഷ് ജയകുമാർ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. അജീഷ്, മരിച്ച രണ്ടുപേരും പ്രധാനികളാണ്. സുരക്ഷാ സേന ഇവരെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അവരുടെ തലയ്ക്ക് വിലയിട്ടിരുന്നു. 2 പ്രധാനപ്പെട്ട നേതാക്കളായതുകൊണ്ടാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ഒക്കെ പ്രതികരണം ഈ ഏറ്റുമുട്ടലിന് ശേഷം ഉണ്ടായിട്ടുണ്ട്. എന്തൊക്കെയാണ് അജീഷ് വിവരങ്ങൾ? വിജയകുമാർ, അമിത്ഷാ തന്നെ പ്രതികരിച്ചിരിക്കുന്നത് ഈ മാവോയിസ്റ്റ് സംഘടനയുടെ നട്ടലായിട്ടുള്ള 2 പേരെയാണ് ഇന്ന് സുരക്ഷാ സേന വധിച്ചത് എന്നാണ്. ഇന്ന് രാവിലെയായിരുന്നു ഏറ്റുമുട്ടൽ ഉണ്ടായത്. മഹാരാഷ്ട്ര ഛത്തീസ്ഗഡ് അതിർത്തിയിലെ നാരായൺപൂരിലുള്ള അബുജ്മാഡ് എന്ന മേഖലയിലായിരുന്നു ഏറ്റുമുട്ടൽ ഉണ്ടായത്. ഈ സുരക്ഷാ സേന രഹസ്യവിവരത്തെ തുടർന്ന് നടത്തിയ തെരച്ചിലാണ് ഏറ്റുമുട്ടൽ നടന്നത്. ഈ ഏറ്റുമുട്ടലിലാണ് 2 പേരെ വകവരുത്തിയത്. രാമചന്ദ്ര റെഡ്ഡി, സത്യനാരായണൻ റെഡ്ഡി എന്നിവരാണ് ഈ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ. ഇവരുടെ പക്കലിൽ നിന്ന് ആയുധങ്ങളടക്കം ഈ സുരക്ഷാ സേന കണ്ടെത്തിയിരുന്നു. അതിൽ AK-47 അടക്കമുള്ള ആയുധങ്ങൾ ഉണ്ടായിരുന്നു. ഇവർക്ക് 40 ലക്ഷം രൂപയായിരുന്നു ഇവർക്ക് തലയ്ക്ക് വിലയിട്ടിരുന്നത്. ഇവരെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ 40 ലക്ഷം രൂപ നൽകുമെന്നായിരുന്നു നേരത്തെ തന്നെ സുരക്ഷാ സേനകൾ വ്യക്തമാക്കിയിരുന്നത്. അവരെ 2 പേരെയാണ് ഇന്ന് സുരക്ഷാ സേന വധിച്ചത്. നേരത്തെ തന്നെ ഈ ഛത്തീസ്ഗഡ് മേഖലയിൽ ഈ മാവോയിസ്റ്റുകളുടെ പേരിൽ ഒരു ലഘുലേഖ പുറത്തിറങ്ങിയിരുന്നു. അതിൽ ഈ സുരക്ഷാ സേനയുമായി ഈ ആഭ്യന്തര മന്ത്രിയുമായി ഒക്കെ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന തരത്തിലായിരുന്നു അന്ന് ഈ ലഘുലേഖ ഇറങ്ങിയിരുന്നത്. പക്ഷേ ഇതിന്റെ ഒരു ആധികാരികത ഉറപ്പാക്കാൻ സുരക്ഷാ സേനയ്ക്ക് കഴിഞ്ഞിരുന്നില്ല. തങ്ങളുടെ ഈ തെരച്ചിൽ തുടരും എന്ന മാവോയിസ്റ്റ് വേട്ട തുടരും എന്ന തരത്തിലായിരുന്നു അവരുടെ ഒരു പ്രതികരണം വന്നത്. അതിന്റെ ഭാഗമായിട്ടായിരുന്നു ഇന്ന് രാവിലെ ഈ ഏറ്റുമുട്ടൽ ഉണ്ടായത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.